പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 8-ാം മാസത്തിൻ്റെ 5-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 108-ാം സങ്കീർത്തനക്കാരൻ പാടും, ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. മനുഷ്യൻ്റെ ആയുസ്സിനെ അസ്വസ്ഥമാക്കുന്നതും ഭ്രമിപ്പിക്കുന്നതുമായ വിഷയങ്ങളുടെ ഒരു ലിസ്റ്റ് ഇവിടെ പറയുക എന്നത് അസാധ്യമാണ്. പ്രശ്നങ്ങളെ ഒരാൾ സമീപിക്കുന്ന വിധത്തിലല്ല മറ്റൊരാൾ സമീപിക്കുന്നത്. മനസ്സിനെ ഇളക്കുന്നതും ഉറപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ഓരോരുത്തരുടെയും മനോനിലയും കാഴ്ചപ്പാടും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ചിലർ മനോധൈര്യം ഉള്ളവരായിരിക്കുമ്പോൾ മറ്റു ചിലർ ദുർബല മനസ്സും ചഞ്ചല ഹൃദയവുമുള്ളവരുമായിരിക്കും. 123-ാം സങ്കീർത്തനത്തിൽ കാണുന്നു, യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങൾ നിന്ന് സഹിച്ചു മടുത്തിരിക്കുന്നു, സുഹിയന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദയും സഹിച്ചു ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു. ദൈവമക്കൾ ആയത് നിമിത്തം പലരിൽ നിന്നും പലവിധത്തിലുള്ള നിന്ദകളും പരിഹാസങ്ങളും അപമാനങ്ങളും നേരിടേണ്ടതായി വരാം. നമ്മുടെ കർത്താവിനെ ലോകം നിന്ദിച്ചുവെങ്കിൽ ക്രിസ്തുവിൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുന്ന നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ നിമിത്തം മനസ്സ് ക്ഷീണിക്കുകയും പതറിപ്പോവുകയും ചെയ്യരുത്. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടണമെന്നാണല്ലോ നമ്മുടെ നാഥൻ അരുളി ചെയ്തിരിക്കുന്നത്. ഫെലിസ്ത്യന്റെ വെല്ലുവിളിയാണ് ഇസ്രായേൽ ജനത്തെ ഭയപ്പെടുത്തിയത്. എന്നാൽ അഭിഷേകം പ്രാപിച്ചവനെ ദൈവം എഴുന്നേൽപ്പിക്കുകയും ശത്രു ഭയത്തിൽ നിന്നും വിടുവിക്കുകയും ചെയ്തു. പ്രശ്നങ്ങളെക്കാളും ദൈവം വലിയവൻ എന്നതായിരിക്കട്ടെ നമ്മുടെ ചിന്ത. ആമേൻ. ഏശാവ് 400 ആളുകളുമായി വരുന്നു എന്നറിഞ്ഞ യാക്കോബിന്റെ ഹൃദയം ഉരുകിപ്പോയി. എന്നാൽ അവൻ ചിന്തിച്ചതുപോലെ അല്ലല്ലോ കാര്യങ്ങൾ അമ്മെ പര്യവസാനിപ്പിച്ചത്. പ്രിയ ദൈവപൈതലേ, ചെറുതും വലുതുമായ നിരവധി കാരണങ്ങൾ നിമിത്തം നമ്മുടെ മനസ്സ് ഇളകുവാൻ സാധ്യതയുണ്ട്. കാരണങ്ങൾ എന്തുമാകട്ടെ, എല്ലാറ്റിനും മുകളിലായി ദൈവത്തെ കാണുവാൻ കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പോടെ നിൽക്കുവാൻ കഴിയും. പ്രശ്നങ്ങളുടെ നടുവിൽ പൗലോസ് പറയുന്നത് പോലെ പറയുവാൻ നമുക്ക് കഴിയട്ടെ. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു പൗലോസ്. വിവിധ കാരണങ്ങളാൽ കലങ്ങി മറിയുന്ന മനസ്സ് ശാന്തത ലഭിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം നന്നായി അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു ചെല്ലണം. ഹൃദയത്തിൽ പാപം വെച്ചുകൊണ്ട് ദൈവത്തോട് അടുക്കുവാൻ കഴിയുകയില്ല. ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മുടെ മനസാക്ഷി നമ്മോട് സാക്ഷ്യം പറയുന്നുവെങ്കിൽ മാത്രമേ ദൈവത്തോട് അടുക്കുവാൻ കഴിയൂ. എത്രയോ പ്രിയപ്പെട്ടവർ സ്നാനമെടുക്കുവാൻ മനസ്സില്ലാതെ, വിശുദ്ധ ആരാധനയിൽ കടന്നു ചെല്ലാൻ കഴിയാതെ, ഉപവാസങ്ങളിലും പ്രാർത്ഥനകളിലും പങ്കെടുക്കാതെ ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. ചുരുക്കത്തിൽ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഉറപ്പിക്കാം. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. ആമേൻ. നാം ആത്മീയ വർധനവ് പ്രാപിച്ച് വിശ്വാസത്തിൽ ഉറയ്ക്കണം. അപ്പോൾ മനസ്സിനെ തകർക്കുന്ന വിഷയങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയും. ലോകത്തിലുള്ള ഏത് മനുഷ്യനും
അനുഭവിച്ചിട്ടുള്ളതിലും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിലും അധികം ഘട്ടങ്ങൾ ആമേസ്തോത്രം ഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയിട്ടുള്ളതാണ് നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശുക്രിസ്തു. ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ സാധ്യമാകുന്ന എല്ലാ വഴികളും അടഞ്ഞപ്പോഴും താൻ ക്ഷീണിച്ചു പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുകയും മനസ്സിനെ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു അബ്രഹാം. പ്രശ്നങ്ങളുടെ നടുവിൽ പലപ്പോഴും മോശ പതറിപ്പോയിട്ടുണ്ട്. സങ്കടം സഹിക്കാനാകാതെ അനവധി പ്രാവശ്യം മോശ വാവിട്ട് കരഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം ദൈവം തന്നെ ഉറപ്പിച്ചു നിർത്തി. പ്രശ്നങ്ങളാൽ വലഞ്ഞ് മനസ്സ് ഹല്ലേലൂയ പതറി നാം നിരാശപ്പെട്ട് ഇരിക്കേണ്ടവരല്ല പ്രിയ ദൈവവേദിലും. ഒന്നിനും പരിഹാരമുണ്ടാകുകയില്ല എന്ന് ചിന്തിച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ടവരുമല്ല നാം. എല്ലാറ്റിലും ഉപരിയായി നമ്മുടെ ദൈവം ആരാണെന്നും ദൈവത്തിന് നമ്മോടുള്ള വാഗ്ദത്തങ്ങൾ എന്താണെന്നും നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ മനസ്സിനെ ഈ പ്രഭാതം ഉറപ്പിച്ച് ശക്തീകരിക്കാം. നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ നല്ല സമാപ്തിയും നമുക്ക് വേണ്ടി വരുത്തും. നമുക്കായി സ്തോത്രം ഹല്ലേലൂയ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനിടയാകും. ആകയാൽ പ്രിയ ദൈവവേദിലേ, നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരുമായിരിക്കണം, കുലുങ്ങാത്തവരും. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ അറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ എന്ന് പൗലോസ് പറയുക. ദൈവം ഓരോ ദിവസവും നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ നാം അടുത്തു ചെല്ലേണ്ടവരാണ്. പലപ്പോഴും അനേകർക്കും ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലാൻ കഴിയാത്തത് പാപം തന്നെയാണ്. ഏഥേനിൽ നിന്ന് മനുഷ്യൻ പുറത്താക്കപ്പെട്ടതും പാപം തന്നെയാണ്. എപ്പോഴും ദൈവത്തിൽ നിന്നും അകന്നു ജീവിക്കുന്നവർക്കൊരിക്കലും ദൈവത്തോട് അടുത്തു വരുവാനോ പ്രാർത്ഥനകളിൽ ഉറ്റിരിപ്പാനോ കഴിയത്തില്ല. പാപം ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ തകർത്തുകളയും. പാപം ആരിൽ കുടികൊള്ളുന്നു അവിടെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകത്തില്ല. എത്രയോ കുടുംബ ജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത് പാപമാണ്. ഈ ലോകത്തെ സ്നേഹിക്കുന്നവൻ ഒരിക്കലും സ്തോത്രം സഭയെ സ്നേഹിക്കാൻ കഴിയത്തില്ല, ദൈവമക്കളെ സ്നേഹിക്കാൻ കഴിയത്തില്ല, ആരാധനയെ സ്നേഹിക്കാൻ കഴിയത്തില്ല. അവരുടെ ജീവിതത്തിൽ ആത്മാർത്ഥത ഒരിക്കലും ഉണ്ടാകുകയില്ല. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സത്യം ഉണ്ടാകത്തില്ല. എന്നാൽ ദൈവത്തെ ഭയത്തോടും ഭക്തിയോടും വിശ്വസ്തയോടും ദൈവസനിൽ നിലനിൽക്കുന്ന ഒരു ദൈവവൈതലിന് ദൈവത്തിൽ നിന്നും അകന്ന് ഒരിക്കലും നിലനിൽക്കുവാൻ കഴിയത്തില്ല. എല്ലാ കാലത്തും ഏത് സാഹചര്യത്തിലും ദൈവത്തെ വാഴ്ത്തുവാനും ദൈവത്തെ സ്തുതിപ്പാനും ഒരു ദൈവവൈതലിന് സ്തോത്രം ഇടയാകും. ആകയാൽ ഈ പ്രഭാതം ദൈവസന്നിധിയിൽ സ്തോത്രം നാം പ്രാർത്ഥിക്കേണ്ടത്, പ്രിയ ദൈവവൈതലേ, ഹല്ലേലൂയ, ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. എത്ര പേർക്ക് പറയാൻ കഴിയും? മനം തകർന്നും സ്തോത്രം പാടുവാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ വന്ന എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. രോഗങ്ങളെ നോക്കി ഭയപ്പെടുന്ന, കടഭാരങ്ങളെ ഓർത്ത് ബാധ്യതകളെ നോക്കി ഭയപ്പെടുന്ന, ശത്രുവിനെ നോക്കി ഭയപ്പെടുന്ന, തലമുറകളുടെ ഭാവികളെ ഓർത്ത് അവിടെ സ്തോത്രം ആത്മീയ ഭൗതിക ജീവിതങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന എത്രയെത്ര വിഷയങ്ങൾ ഇന്ന് പകൽ മനസ്സുറച്ചിരിക്കട്ടെ. കാരണം വലിയവനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രതിസന്ധികളിൽ വിട്ടിട്ട് പോകുന്ന ദൈവത്തെയല്ല, പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കരകയറ്റുന്ന, നമ്മെ അതിൽ നിന്ന് വിടുവിക്കുന്ന, നമുക്ക് വേണ്ടി ആശ്വാസം പകരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ പ്രഭാതം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും വാത്സല്യ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മനം തകർന്നവരെ കർത്താവെ അങ്ങ് വിടുവിക്കണം. മനസ്സ് ഉറച്ചു നിന്നുകൊണ്ട് കർത്താവെ ഉറപ്പും ധൈര്യത്തോടുകൂടെ നിൽപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഹല്ലേലൂയ. യോശുവയോട് കർത്താവെ സ്തോത്രം
സ്തോത്രം ഉറച്ചു നിൽപ്പാൻ അരുളിയതുപോലെ ഈ ദിവസങ്ങളിൽ അനേക ദൈവ കുഞ്ഞുങ്ങൾ കർത്താവേ ആമേൻ മനസ്സിനെ ഒന്നിലും ഉറയ്ക്കുവാൻ കഴിയാതെ ഇരുമനസ്സോടുകൂടെ ആരാധിക്കണോ, പ്രാർത്ഥിക്കണോ, ആലയത്തിൽ പോകണോ, മാനസാന്തരപ്പെടണോ, അങ്ങനെ ഒരു ഇരുമനസ്സുള്ള ആമേൻ പ്രിയപ്പെട്ടവർ ദൈവം ഈ ദിവസങ്ങളിൽ ആമേൻ മനസ്സുറപ്പുള്ളവരാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. പാപത്തിൽ നിന്ന് പൂർണ്ണമായി ജനത്തെ വിടുവിക്കണം. കർത്താവ് ഈ നാളുകളിൽ തൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയുടെ നടുവിൽ ആമേൻ സ്തോത്രം ദുരിതങ്ങളുടെ നടുവിൽ നിന്നും തൻ്റെ മക്കളെ വേർതിരിക്കണം. ഈ സമയങ്ങളിൽ ആമേൻ സ്തോത്രം ഒന്നിലും ഉറയ്ക്കുവാൻ കഴിയാതെ മനസ്സ് ഭാരപ്പെട്ട് കർത്താവെ തളർന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കൾക്കായി എൻ്റെ സ്വർഗം അത്ഭുതങ്ങൾ ചെയ്യണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ. യേശുവിൻ്റെ മഹത്വം തൻ്റെ മക്കളുടെ മേൽ വെളിപ്പെടണമേ. സമാധാനവും സന്തോഷവും പകരണം. നീതിയുടെ കരമയക്കും. സ്വർഗം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം, മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു, താങ്ക് യു.